ഇംഗ്ലീഷ് എങ്ങനെ മലയാളത്തിലൂടെ പഠിക്കാമെന്ന നമ്മളെ 21ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് എന്നെ വിളിച്ച് ഒരു കാര്യം ചോദിച്ചിരുന്നു. അപ്പോൾ ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട്, നിങ്ങൾ പഠിക്കുന്നതിൻ്റെ ഒപ്പം നിങ്ങളുടേതായ എഫേർട്ടും എടുക്കുന്നുണ്ട് എന്നുള്ളതിൽ വളരെ സന്തോഷം. കാരണം ഇംഗ്ലീഷിൻ്റെ പഴയ നിയമം അനുസരിച്ചാണ് ഷാള് എന്ന വാക്ക് ഉപയോഗിക്കുന്നുള്ളൂ. വില്ല് എന്ന വാക്ക് തന്നെയാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. പഴയ കാലത്താണ് ഷാളും വില്ലും സെപ്പറേറ്റ് ഉള്ളൂ. ഇപ്പം എല്ലാവരും വില്ലാണ് ഉപയോഗിക്കുക. അതങ്ങനെ പോരെ മാഷേ എന്ന് വിളിച്ച് ചോദിച്ചു. അപ്പോൾ ഷാള് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, വില്ല് തന്നെയാണ് ഉപയോഗിക്കുക. വളരെ സന്തോഷം. വിളിച്ച് ചോദിച്ച ആളുടെ പേര് അനയെന്നാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് അവർ പഠിക്കുന്നുണ്ട്. നമ്മൾ പഠിപ്പിച്ചു തരുന്നതിനപ്പുറത്തേക്ക് കൂടുതൽ അറിവ് നേടാനുള്ള ശ്രമമുണ്ട്. അതിലൊത്തിരി സന്തോഷം. കാരണം നിങ്ങൾ ഈ എഫേർട്ട് എടുത്ത് പഠിക്കുന്നത് കൊണ്ട് മാത്രം, അതായത് നമ്മളൊരാൾ തരുന്നതിനപ്പുറത്തേക്ക് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു എഫേർട്ട് ഇടുമ്പോൾ മാത്രമാണ് പഠിപ്പ് നല്ല രീതിയിൽ പ്രോഗ്രസ് ആവുള്ളൂ, പുരോഗതി വരുള്ളൂ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ്. ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ഭാവിയിൽ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ പറയുന്നതാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ്. കർത്തവ്യ ഏകവചനമാണെങ്കിലും ബഹുവചനമാണെങ്കിലും അതിൻ്റെ കൂടെ വില്ല് ചേർക്കുക. വില്ല് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹാവ് ചേർക്കുക. വിൽ ഹാവ്. അത് കഴിഞ്ഞ് ക്രിയയുടെ വെർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിളാണ് ചേർക്കുന്നത്. അതായത് കർത്താവ് കഴിഞ്ഞാൽ വിൽ ഹാവ്, അത് കഴിഞ്ഞാൽ വെർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിളാണ് ചേർക്കുന്നത്. ബൈ ദ നെക്സ്റ്റ് ഇയർ ഐ വിൽ ഹാവ് കംപ്ലീറ്റഡ് മൈ ഡിഗ്രി. അടുത്ത വർഷത്തോടു കൂടി എൻ്റെ ഡിഗ്രി പൂർത്തിയാകും. അടുത്ത വർഷത്തോടു കൂടി എൻ്റെ ഡിഗ്രി പൂർത്തിയാകും. ബൈ ദ നെക്സ്റ്റ് ഇയർ ഐ വിൽ ഹാവ് കംപ്ലീറ്റഡ് മൈ ഡിഗ്രി. They will have left before we arrive. They will have left before we arrive. നമ്മൾ എത്തുന്നതിന് മുൻപേ അവർ പോയിട്ടുണ്ടാകും. ഇവിടെ നമ്മൾ എത്തുന്ന ഒരു സമയമുണ്ട്, അതിന് മുന്നേ അവർ പോയിട്ടുണ്ടാവും. They will have left when we arrive. We will have built our home by December. We will have built our home by December. ഡിസംബറിൽ നമ്മുടെ വീട് പണി പൂർത്തിയാകും. ഡിസംബറിൽ നമ്മുടെ വീട് പണി പൂർത്തിയാകും. We will have built our home by December. The film will be started before we reach the theater. The film will have started before we reach the theater. Film will have started before we reach the theater. നമ്മൾ സിനിമ തിയേറ്ററിൽ എത്തുമ്പോഴേക്കും സിനിമ തുടങ്ങിയിട്ടുണ്ടാകും. നമ്മൾ സിനിമ തിയേറ്ററിൽ എത്തുമ്പോഴേക്കും സിനിമ തുടങ്ങിയിട്ടുണ്ടാകും. ഇന്ന് നമ്മൾ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ആണ് പഠിച്ചത്. തുടർന്നും ക്ലാസ്സുകൾ കാണുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. സംശയങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ എൻ്റെ ഫോൺ നമ്പർ ഇതാണ് കൊടുത്തിട്ടുള്ളത്, വാട്സപ്പ് ചെയ്യുക. എല്ലാവർക്കും നന്ദി. ഒരു ശുഭദിനം നേരുന്നു.